ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയുള്ളൊരു വ്ളോഗാണ്. കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഹാളിൽ ചെറുതായിട്ടൊന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങൾ ഒക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് വെക്കേണ്ട ഭാഗത്തൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ പെയിൻറ്റിങ് പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും നല്ല പൊടി കാര്യങ്ങളൊക്കെ ഓൾവേസ് ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു സ്റ്റവ് ഒരുപാട് പേരിങ്ങനെ ചോദിക്കലുണ്ട്, കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. ഇനിയിപ്പോൾ ഇൻസ്റ്റഗ്രാമിലേക്കൊക്കെ എനിക്ക് വീഡിയോസൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് താൽക്കാലികമായിട്ട് കിച്ചണായിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടേബിളൊക്കെ വെച്ചിട്ട്. പിന്നെ കുട്ടികൾ വെള്ളം കുടിക്കാൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എളുപ്പപ്പണിക്ക് ഉണ്ടാക്കി വെക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബോട്ടിൽ. പിന്നെ ഈ ഒരു റാപ്പർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബബിൾ റാപ്പർ ഇങ്ങനെ പൊട്ടിച്ചിരിക്കാൻ തോന്നും. എത്ര പേർക്ക് അങ്ങനെ പൊട്ടിച്ചിരിക്കാൻ തോന്നും. അപ്പോൾ അതേ രാവിലെ കുട്ടികൾ നല്ല ഉറക്കത്തിലാണ്. കിച്ചണിൽ നമ്മൾ ഇന്ന് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് ആക്കി കൊടുക്കുന്നത് മുട്ട ചിക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങും. പൊതുവേ ലഞ്ച് ബോക്സിലും കാണുന്ന ഒരു മെയിൻ ഐറ്റം ആയിരിക്കും അല്ലേ ഉരുളക്കിഴങ്ങ് പൊരിച്ചത്. കുട്ടികൾക്കൊക്കെ എപ്പോഴും ഇഷ്ടമാണല്ലോ. അവിടെ ഹയാൻകുട്ടന് ഡെയിലി ഉരുളക്കിഴങ്ങ് പൊരിച്ചത് മതി എന്നാണ് കേട്ടോ അവൻ പറയാം. പിന്നെ രാവിലത്തെ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഇവരുടെ യൂണിഫോം, ചെറിയ കുട്ടികളുടെ യൂണിഫോം 3 സെറ്റാക്കി വെക്കും. അതിൻ്റെ കൂടെ തന്നെ അവർക്ക് ഇടാനുള്ള ഷെഡി കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെക്കും കേട്ടോ. അപ്പോൾ കുളിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ അവർ വന്ന് ഇടാൻ പറ്റുന്നവരെ ഇടും. പിന്നെ ഇച്ചുബേബി ചിലപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ഇടണം എന്ന് പറയും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കും. പിന്നെ അതേ അവരുടെ യൂണിഫോം എല്ലാം ഒരേപോലെയാണ്. സൈസ് നോക്കിയിട്ടാണ് ഓരോരുത്തരുടെ മാറ്റി വെക്കണത് കേട്ടോ. 26 ചുച്ചുവിൻ്റെ, 24 ഹേസുവിൻ്റെ, 22 നമ്മുടെ ഇച്ചു ബേബീൻ്റെ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചുച്ചുക്കുട്ടി പറഞ്ഞ പോലെ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ പറ്റുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടാം. ഇനി എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ട് ഇമോജിയെങ്കിലും ജസ്റ്റ് ഇടാം കേട്ടോ. പിന്നെ നിങ്ങളുടെ ആ ഒരു ഇഷ്ടം, അൺകണ്ടീഷണൽ ലവ് ഭയങ്കര എനിക്കൊരു മോട്ടിവേഷനാണ്. ഒരുപാട് പേര് ഒത്തിരി ലൈക്ക് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വീഡിയോസിനൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ലൈക്ക് വരുന്നുണ്ട്. ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. പിന്നെ അതേ യൂണിഫോം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നേരെ റൂമിലേക്ക് വന്ന് ഓരോരുത്തരായിട്ട് വിളിക്കാൻ തുടങ്ങി. സാധാരണ നമ്മുടെ ഇച്ചു ബേബി എന്നെക്കാളും മുമ്പ് തന്നെ ചിലപ്പോൾ എന്നെ വിളിച്ചു വിടാൻ തുടങ്ങും. ഇന്നെന്താണെന്നറിയില്ല, ആൾ നല്ല ഒരു കിടത്തത്തിലാണ്. അപ്പോൾ പിന്നെ എണിക്കാൻ പറഞ്ഞു. ചിരിച്ചുകൊണ്ടാണ് എണിക്കണത്. ഭാഗ്യമാണ് ചിരിച്ചുകൊണ്ട് എണിക്കണത്. പിന്നെ ഇവിടെ അധികം കരച്ചിൽ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അവരെ വിളിച്ച് വിടുന്ന ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ബ്രഷുകൾ എല്ലാം എടുത്തിട്ട് പേസ്റ്റ് കാര്യങ്ങളൊക്കെ ആക്കി വെക്കും. അപ്പോൾ പിന്നെ വിളിച്ച് വിട്ട് കഴിഞ്ഞാൽ അവർ വന്ന് അവനവൻ്റെ ബ്രഷ് എടുത്തിട്ട് പല്ലേച്ചോളൂ കേട്ടോ. പിന്നെ ഇച്ചു ബേബിക്ക് എന്തായാലും നമ്മളൊന്ന് അസിസ്റ്റ് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ വായിൽ ബ്രഷ് ഇട്ട ഉടനെ പേസ്റ്റും അതിൻ്റെ ഒപ്പം തുപ്പും. അവൾക്ക് ശരിക്കും അറിയാത്തത് കൊണ്ട് കേട്ടോ. അപ്പോൾ ഇതേ 3 പേര് എണീറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവർ പല്ലേക്കാനും വേണ്ടിയിട്ട് പോവാണ്. ബാത്റൂമിൽ കുറച്ച് പ്രോബ്ലംസ് ഇപ്പോഴും ഉണ്ട്, പൈപ്പിൻ്റെയൊക്കെ. അതുകൊണ്ട് തന്നെ അവർ ബാക്കിൽ പോയിട്ട് അങ്ങനെ പല്ല് തേക്കാനും വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഈ ഭാഗമൊക്കെ ടൈലിടണം എന്നൊക്കെ ഒരാഗ്രഹമൊക്കെ ഉണ്ട്. കാരണം ടൈലിടാതെ ഒരു സിമൻ്റൊക്കെ ആയതുകൊണ്ട് അഴുക്കും ഒക്കെ ആയിട്ട്. പക്ഷേ പറ്റുമോ എന്നുള്ളത് അറിയില്ല, ശ്രമിക്കുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത്, ലാസ്റ്റ് വീഡിയോയിൽ ഇങ്ങനെ കമൻ്റ് ഉണ്ടായിരുന്നു, ഒരുപാട് പൈസ ഉണ്ട് തോന്നുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യണതെന്നുള്ളത്. പൈസ ഇല്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ പൈസ ഉണ്ടാക്കുന്നു. ഡെയിലി ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരിക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കി നമ്മുടെ ജീവിത സാഹചര്യം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് കുറച്ചും കൂടെ ഒരു അപ്ഗ്രേഡ് ചെയ്ത രീതിയിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ട്. മക്കളും അവരും ഹാപ്പി ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ വളരട്ടെ എന്ന് പറഞ്ഞിട്ടല്ലോ. അത് ഒരുപാട് പൈസ അങ്ങോട്ട് കെട്ടിക്കിടന്നിട്ടൊന്നുമല്ല. ബട്ട് ഞാൻ ഒരിക്കലും എവിടെയും ദാരിദ്ര്യമൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും മക്കൾക്ക് വേണ്ടി ചെയ്യുന്നതും കുക്കിങ്ങും എല്ലാം തന്നെ. പക്ഷെ അതിനനുസരിച്ച് ഡെയിലി ഒരു സെക്കൻഡ് പോലും എനിക്ക് ചിലപ്പോൾ വെറുതെ ഇരിക്കാൻ പറ്റാറില്ല കേട്ടോ. കാരണം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവർക്ക് അങ്ങനെ മതി. അതല്ല, നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യം നല്ലതാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അധ്വാനിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എനിക്ക് ഇത്രയും മതി, എനിക്ക് റെസ്റ്റ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ജീവിക്കാം, അല്ലാത്തവർക്ക് പണിയെടുത്ത് ജീവിക്കാം. രണ്ടിനും തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇനിയൊരു സൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒട്ടും റെസ്റ്റ് ഇല്ലാതെ ഒരാൾ മാത്രമായിട്ട് ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും. അത് നന്നായിട്ട് എനിക്കുണ്ട്. എൻ്റെ കണ്ണിപ്പോൾ ലാസ്റ്റ് ക്ലിപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഒരു
കുരു എത്രയും പെട്ടെന്നൊന്ന് ഓപ്പറേഷൻ ചെയ്ത് കളയണം. 2 കണ്ണിലും ഉണ്ട്. പിന്നെ അതിനേക്കാൾ ഇപ്പോൾ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നോക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ ഒരു മങ്ങിയ പോലെയാണ് എനിക്കിപ്പോൾ കാണുന്നത്. കാഴ്ചയും കൂടെ പോയി തോന്നുന്നു. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ. ഭയങ്കര സങ്കടം കൂടിയുണ്ട്. പക്ഷേ നല്ല ആരോഗ്യമുള്ള കണ്ണ് തന്നിട്ട് ഞാനായിട്ട് ഇങ്ങനെ നശിപ്പിച്ചോ എന്നുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, അത് നമ്മൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഫാമിലിയിലുള്ള ബാക്കിയുള്ളവരെ തൃപ്തിപ്പെടുത്താനും പരിഗണിച്ചുകൊണ്ടും സന്തോഷിപ്പിച്ചുകൊണ്ടും ജീവിച്ചതിൻ്റെ ഫലമാണ് ആ കണ്ണിനിങ്ങനെ സംഭവിച്ചത്. സങ്കടം പറയുന്നല്ല കേട്ടോ, വെറുതെ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ നമ്മുടെ കുപ്പി അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതെടുത്ത് കഴുകി വെച്ചു. ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ സ്റ്റവ്. ഈ സ്റ്റവിലാണ് നമ്മൾ മിക്ക സമയത്തും രാവിലെ കുക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ വേറെ അടിപൊളി മോഡൽ ഞാൻ കൊണ്ടുവന്ന് സെയിൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം പെട്ടെന്നൊന്നും റെഡി ആവില്ലല്ലോ. എല്ലാം പഠിച്ചൊന്ന് നല്ലോണം പരീക്ഷിച്ച് നോക്കി ഓക്കെ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കെല്ലാം സെറ്റ് ചെയ്യുള്ളൂ. അപ്പം അതിനു വേണ്ടി വെയിറ്റിംഗ് ആണ്. നല്ല അടിപൊളി സാധനം നമ്മൾ കൊണ്ടുവരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കൊണ്ടുവരുമ്പോൾ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. പിന്നെ അതേ നമ്മുടെ കുപ്പി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം തിളപ്പിച്ച് ആറിയത് ഇതിലേക്ക് ഒഴിച്ച് വെക്കും. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കുടിക്കാം. എനിക്ക് ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ട്, എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന്ന് എടുക്കുമ്പോൾ താഴേക്ക് വീണു പോകുന്നുള്ളത്. കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരെണ്ണം ഉള്ളത് നമ്മുടെ ഇച്ചു ബേബി കയറി വലിച്ച് പൊട്ടിച്ച് ഭാഗ്യത്തിന് പടച്ചോൻ്റെ കൃപ ഉള്ളതുകൊണ്ട് മാത്രം അന്ന് രക്ഷപ്പെട്ടതാണ്. അതായത് എൻ്റെ കോളേജിലേക്ക് ചേരുന്നതിൻ്റെ തലേ ദിവസം സംഭവിച്ചൊരു കാര്യമായിരുന്നു. അന്ന് ഞാൻ നിങ്ങളോട് അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇച്ചു ബേബി മാത്രം വന്ന് വലിച്ചിടാതിരുന്നാൽ മതി, ബാക്കിയൊക്കെ സെറ്റാണ്. പിന്നെ ഞാൻ തന്നെ വന്ന് എടുത്തു കൊടുക്കേണ്ടി വരും. പിന്നെ ഇതേ ഈ ഒരു ബോക്സ് കിച്ചണിൽ കൗണ്ടർ ടോപ്പിൽ ഇരുന്നതാണ്. ഇങ്ങനെ 2 ബോക്സ് അപ്പുറത്തുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും വെക്കാനുള്ള സ്ഥലവും ഇല്ല. സത്യം പറയാലോ, ഞാനിതൊക്കെ പറയുന്നുണ്ടെങ്കിലും നല്ലോണം ഡിപ്രഷനിലാണ് പോകുന്നത്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ എല്ലാം ഒന്ന് പെട്ടെന്ന് റെഡിയായി കിട്ടി ഒന്ന് സമാധാനത്തിലൊരു 2 ദിവസമെങ്കിലും ഇരുന്നാൽ മതി എന്നൊക്കെ ചിന്തിക്കൂലേ, ആ ഒരു അവസ്ഥയിലാണ് മിക്ക സമയം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും. ഇത് കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ട് ഓരോന്ന് വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ, എല്ലാം ഒന്ന് പെട്ടെന്ന് ശരിയായാൽ മതിയായിരുന്നു. ഞാനെങ്ങനെയാണെന്നറിയോ, ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ എഡിറ്റിംഗ് ആണെങ്കിലും ചിലപ്പോൾ ഫോൺ ഹാങ് ആയാലും എൻ്റെ എഡിറ്റിംഗ് ഭയങ്കര ഫാസ്റ്റായിട്ട്, എനിക്കിങ്ങനെ ലേറ്റ് ആവണത് ഇഷ്ടമല്ല. അതേപോലെ ഇവിടുത്തെ പണികൾ ലേറ്റ് ആകുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുക. പിന്നെ ഒരു കമൻറ്റ് അശ്വതി ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്, ചേച്ചി പഴയ വീഡിയോയിൽ കാണുന്ന ഒരു കോൺഫിഡൻസ് ഇപ്പോൾ ഉള്ള വോയിസിൽ വരുന്നില്ല. ചേച്ചിയുടെ കോൺഫിഡൻസ് എനിക്ക് ആ വോയിസിൽ നിന്നും കിട്ടിയിരുന്നു. ഓരോ വോയിസിലും എന്തൊക്കെയോ നേടണം എന്നുള്ളൊരു വാശി എനിക്ക് വരുമായിരുന്നു. ഇപ്പോൾ ഒരു സാഡ്നെസ് ഫീൽ ചെയ്യുന്നു. ചേച്ചി പ്ലീസ് പഴയ പോലെ കോൺഫിഡൻസ് തിരിച്ചു കൊണ്ടുവരണേ, ഞങ്ങളൊക്കെ ഇല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷേ ആൾ പറഞ്ഞത് ശരി തന്നെയാണ്. ഞാൻ ഏത് മൂഡിലാണോ ഇരിക്കുന്നത് അത് അതേപോലെ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്ക് കുറേ സങ്കടങ്ങളുണ്ട്, അതാണ് വാസ്തവം. അതായത് എങ്ങനെ ഞാൻ പറയുക, അപ്പോൾ അതുള്ളത് കൊണ്ടായിരിക്കാം അത് നമ്മുടെ വീഡിയോയിലും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഓവറായിട്ട് നമുക്ക് ഇല്ലാത്തൊരു ഫീൽ കൊണ്ടുവന്നിട്ട് ചെയ്യാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കഴിയില്ല കേട്ടോ. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ ദേഷ്യം എൻ്റെ മുഖത്തുണ്ടാവും, സങ്കടം വന്നു കഴിഞ്ഞാൽ ആ സങ്കടം എനിക്ക് മുഖത്തുണ്ടാവും. പിന്നെ പൊതുവെ നമ്മൾ ലേഡീസിന് സങ്കടം എന്നുള്ളൊരു സാധനമാണ് കൺവേർട്ടായിട്ട് ദേഷ്യമായിട്ട് മാറുന്നത്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ലെങ്കിലും. പിന്നെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതലും അങ്ങനെ പെട്ടെന്ന് സങ്കടം വരുന്നതും അത് ദേഷ്യമായിട്ടൊക്കെ കൺവേർട്ട് ആവുന്നതൊക്കെ. ഇൻഷാ അല്ലാഹ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റെ അധ്വാനത്തിൻ്റെ മേലെ കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ എങ്കിലും അതിനനുസരിച്ച് ശരീരം ഒരു സൈഡിൽ നിന്ന് വീക്കാവുന്നു. തീരെ ചിലപ്പോൾ ഭയങ്കര ടയേർഡായിരിക്കും, നമുക്ക് നിൽക്കാൻ പോലും പറ്റില്ല. ചിലപ്പോൾ രാത്രി ആകുമ്പോഴേക്കും മേലൊക്കെ ഇങ്ങനെ പനി വന്ന വേദനയ്ക്ക് പോകുന്ന പോലെ ചിലപ്പോൾ ഒരു വേദന കാര്യങ്ങളൊക്കെ വരാം. നമ്മൾ കുറച്ച് റിലാക്സ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കുഴപ്പമുണ്ടാവില്ല. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മാത്രം ഒരു ഭാരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കിതുപോലെയുള്ള ഒരു മടുപ്പ് കാര്യങ്ങളൊക്കെ വരാം. ഞാൻ എൻ്റെ ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ പറയുന്നത്, കുറേ മുമ്പ് തൊട്ടിട്ട് കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ ആയതുകൊണ്ട് ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലാതെ ഇപ്പോഴല്ല, ഇപ്പോൾ പിന്നെയും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ഒരു ടേബിളിലെ ടീപ്പോയിലെ കുട്ടികൾ പെൻസിലൊക്കെ വെച്ച് നന്നായി വരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സാധനം വെച്ചിട്ട് ജസ്റ്റ് അതൊക്കെ പോകുന്നുണ്ടോ നോക്കിയതാണ്. നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ, പ്രൊമോഷനല്ല, നല്ല സാധനം ആയതുകൊണ്ട് ജസ്റ്റ് സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്, അത് പ്രൊമോഷനായിരുന്നു കേട്ടോ.
പിന്നെ ദേ നല്ല സാധനമാണ് എന്തായാലും. നമ്മുടെ ഈ ഒരു ചെസ്റ്റ് ഡ്രോയറും അതേപോലെ നല്ല രീതിയിൽ വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അതും അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനത് ഓരോന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ദിവസം ഇതിൻ്റെ പുറകിലും ഇത് ക്ലീൻ ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും പൊടി ആവുന്നതൊക്കെ ആവട്ടെ, എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഓരോന്നായിട്ട് അങ്ങനെ ചെയ്തു വരാമെന്ന് വിചാരിച്ചിട്ട് പെൻഡിങ് വെച്ചിരുന്ന കാര്യമാണ് കേട്ടോ. കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ പെന്നിൻ്റെ കരയൊന്നും, പെന്ന് കൊണ്ട് വരച്ച സാധനം പോകുന്നില്ല കേട്ടോ. പെൻസില് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോയിട്ട് നന്നായിട്ട് ക്ലീനായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ടൈലിംഗ് ഒക്കെ ഇഷ്ടമായോ? എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും. ഇനിയിപ്പോൾ ഈ ഒരു കോർണർ ചെയ്യണം. പിന്നെ നമ്മുടെ ബെഡ്റൂമിൽ കുറേ സ്ഥലമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഓരോ കോർണർ ഓരോ ഏരിയ ആക്കി, റീഡിങ് ഏരിയ ആക്കുക. പിന്നെ ഒരു ചെറിയ 2 സോഫയൊക്കെ ഇട്ട്, പിന്നെ നമുക്ക് ഫുൾ ലെങ്ത്തിൽ സ്ക്രീനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ലുക്കായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ നല്ല സ്ക്രീനൊക്കെ ഫുൾ ലെങ്ത്തിലുള്ളത് വാങ്ങി സെറ്റ് ചെയ്യാനൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഏത് കളറായിരിക്കും നമുക്ക് റൂമിന് മാച്ച് ആവുക എന്നുള്ളത് പറയണം കേട്ടോ. മുമ്പത്തെ റൂമിൽ നമ്മളൊരു പേസ്റ്റൽ ഗ്രീനിൻ്റെ സ്ക്രീനാണ്, കർട്ടനാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടേക്ക് ഏതാ മാച്ച് എന്നുള്ളത് പറയണേ. പിന്നെ ഉച്ച സമയത്തുണ്ട് പെട്ടെന്ന് മറ്റേ ടൈല് പണിക്കാരുണ്ട് ഇങ്ങനെ വിളിക്കുന്നു. നോക്കിയപ്പോൾ അവിടെ അപ്പുറത്തെ ചാലിൽ ഇങ്ങനെ മീനുകൾ, ഇതെന്താ മീൻ, ഇവിടെ കണ്ണമീൻ എന്നാണ് പറയുക, കിടക്കണമെന്നായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ചാലിൽ കിടന്ന് അത് മരിക്കണ്ട, അപ്പുറത്തെ നമ്മുടെ ആ കുളത്തിൽ നിന്ന് ഓവർഫ്ലോ വെള്ളമായിട്ട് ചാടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു അക്വേറിയം ഉണ്ട്, നമുക്ക് അതിലേക്ക് എടുത്തിട്ടാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിലേക്ക് മീനിനെ ഇടാണ്. ആദ്യം ഒരെണ്ണം കിട്ടി, പിന്നെ ഒരെണ്ണം കൂടി കിട്ടി, പിന്നെ ഒരു ബേബീനെയും കൂടെ കിട്ടി. അപ്പോൾ നമ്മൾ അക്വേറിയം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. നമ്മുടെ മറ്റേ വീട്ടിൽ ഇതിനേക്കാളും വലുത്, നല്ല വലുത്, ഒരു 4 ആളൊക്കെ പിടിക്കേണ്ടി വരും, അങ്ങനത്തെ വലിയൊരു അക്വേറിയം ഉണ്ട്. ഇത് വന്നിട്ട് ഇവർ യൂസ് ചെയ്തിരുന്ന അക്വേറിയമാണ്, കഴുകാതെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് തന്നെ ആ ചേട്ടനോട് ചോദിച്ചു ഇത് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ ചോദിച്ചപ്പോൾ ഇല്ല, ഇതൊന്നും കൊണ്ടുപോകുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് യൂസ് ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ അനുവാദത്തോടെയാണ് നമ്മൾ ആ ഒരു സാധനം എടുക്കുന്നത് കേട്ടോ. 3 മീനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. പക്ഷേ ഇതിനെന്തോ കുഴപ്പമുള്ള പോലെ അപ്പം തന്നെ തോന്നി, കുറേ നേരം ചാലിലധികം വെള്ളം ഇല്ലാതെ കിടന്നതല്ലേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതേ കുറേ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോൾ ആൾക്കാർ നല്ല ഉഷാറായി. പിന്നെ അതിനുശേഷം ഒരെണ്ണം കൂടി കിട്ടിയിട്ടോ. മൊത്തം അങ്ങനെ 4 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇന്നത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ കുറേ ദിവസം ഇവിടെ വന്നതിന് ശേഷം സ്പെഷ്യൽ ഫുഡ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. റനക്കുട്ടി ഉണ്ടായിരുന്നു, റനക്കുട്ടിക്ക് എക്സാം ആയതുകൊണ്ട് തലേദിവസം സ്റ്റഡി ലീവായിരുന്നു. അപ്പോൾ ഞാൻ റനക്കുട്ടീനോട് ബീഫ് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞാലോ എന്ന് വിചാരിച്ചു. പിന്നെ അപ്പോഴേക്കും ഒരുപാട് ലേറ്റായി, പിന്നെ ഇപ്പോൾ ബീഫൊന്നും കിട്ടൂല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, മുട്ട നെയ്ച്ചോറാക്കി ഗൈസ്. നെയ്ച്ചോറും പുതിന ചമ്മന്തി, പുതിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മിൻറ്റ് ചമ്മന്തി, പിന്നെ പരിപ്പ് കറി, പിന്നെ തൈര്, ഇത് സാലഡ്, അതും കൂടിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ മുട്ട ഇതുപോലെ ഒന്ന് ഗ്രേവി ആക്കി എടുത്തിട്ടുണ്ട്. ബീഫിന് പകരം ഇതാവുമ്പോൾ സെറ്റല്ലേ. കുട്ടികളൊക്കെ പിന്നെ സ്കൂളിലാണ്. ഹയാന് പിന്നെ എക്സാം ആയതുകൊണ്ട് ഉച്ചയ്ക്ക് തന്നെ വന്നു. ആ കള്ളൻ എന്നോട് പറഞ്ഞില്ല ഗൈസ് അവൻ എക്സാമാണ് എന്നുള്ളത്. ഉച്ചയ്ക്ക് തലേ ദിവസം വന്നപ്പോൾ ഞാൻ ചോദിച്ചു നീ എന്താ ഉച്ചയ്ക്ക് വരുന്നത്, എന്താ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടണില്ല. കാരണം വീട്ടിലേക്ക് വന്നാൽ പഠിക്കാൻ പറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അവൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉള്ളതുകൊണ്ട് ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് എക്സാം ആയിരുന്നു എന്ന് പറഞ്ഞത്. പിന്നെ അച്ചാർ വേണ്ടവർക്ക് അച്ചാറുണ്ട്. എനിക്കങ്ങനെ വെളുത്തുള്ളി അച്ചാർ, ചെമ്മീൻ അച്ചാറൊക്കെ ഇഷ്ടമാണ്, ബാക്കി ഒന്നും വലിയൊരു ഇഷ്ടമല്ല. പിന്നെ നമ്മൾ നേരത്തെ പെയിൻ്റ് അടിച്ചതിൻ്റെ വേറൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇനി വയറിങ് ഒന്ന് സെറ്റാക്കാനുണ്ട് ബാത്റൂമിന് അതുപോലെ ഡോറ് വെച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ല കഷ്ടമാണ് കേട്ടോ. പിന്നെ അതേ കുട്ടികൾ രാത്രി വന്നതിന് ശേഷമുള്ള സംഭവമാണ്. അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ കിടന്നുറങ്ങലാണ്. അവരെ ഉറക്കണം. അപ്പോൾ നേരത്തെ ഫുഡൊക്കെ കൊടുത്തിട്ട് നേരത്തെ തന്നെ കിടത്തുട്ടോ. മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ 11-12 മണിയൊക്കെ ആവും. അപ്പോൾ ഇത്രയൊക്കെയാണുള്ളത് വീഡിയോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നതിന് ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.